ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്കാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ത്രീകളിൽ ഡെലിവറി ടൈമിലെല്ലാം നമ്മൾ സ്കിന്ന് ഭയങ്കരമായിട്ട് കളർ വ്യത്യാസം ഉണ്ടാവും, നല്ലോണം ബ്ലാക്ക് ആവും. അത് ഹോർമോണിൻ്റെ ചേഞ്ച് കൊണ്ടെല്ലാം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. ചിലർ ഭയങ്കരമായിട്ട് പ്രഗ്നൻ്റ് ആയ ടൈമിലെല്ലാം കറുത്തിരുണ്ട് വരും. ആ ഒരു കറുപ്പെല്ലാം മാറി എൻ്റെ മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിച്ച നല്ലൊരു ഫേസ് പാക്കാണിത്. ഞാനിത് യൂസ് ചെയ്ത് ഒരാഴ്ച കൊണ്ട് തന്നെ വിസിബിളായിട്ടുള്ള ഒരു മാറ്റം എൻ്റെ മുഖത്തേക്ക് വരാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അത്രയും വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പാക്ക് ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമുക്ക് വേണ്ടത് മുൾട്ടാണി മിട്ടിയാണ്. മുൾട്ടാണി മിട്ടി എന്ന് പറഞ്ഞാൽ ഒരു തരം ക്ലേ ആണ് കേട്ടോ. അതൊരു ക്ലേൻ്റെ ഒരു പൗഡറാണ്. അതെല്ലാം ഓൺലൈൻ ഷോപ്പിൽ അവൈലബിൾ ആണ്. ചെറിയ പൈസ മാത്രമേ അതിനുള്ളൂ. അത് നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു പാക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബോട്ടിലോ വാങ്ങി വെക്കുക എന്നാണെങ്കിൽ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന ഒരു സാധനമാണ്. നിങ്ങൾ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ അത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഓയിലി സ്കിന്നുള്ളവർക്കാണ്. അവരെ ഓയിൽ കൺട്രോൾ ചെയ്യാനും നല്ല ഒരു ഈവൻ ടോണ് കിട്ടാനും എല്ലാം സഹായിക്കും. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുൾത്താണി മിട്ടിയിലേക്ക് 1/2 ടീസ്പൂൺ കസ്തൂരി മഞ്ഞളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. കസ്തൂരി മഞ്ഞളിന് സ്വതവേ ഒരു എരിച്ചലുണ്ടാവും ഫേസിലിട്ടാൽ. അപ്പോൾ അത് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ഈ മഞ്ഞൾ അലർജിയോ അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഫേസിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വെറും ഓപ്ഷണലാണ്, ഒട്ടും നിർബന്ധമില്ല. ആഡ് ചെയ്യണമെന്ന് ഒട്ടും നിർബന്ധമില്ല. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ്. പാലിനേക്കാളും ഇതിന് കൂടുതൽ റിസൾട്ട് തൈരിനാണ്. ഇപ്പം എൻ്റെ അടുത്ത് തൈര് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പാൽ യൂസ് ചെയ്യുന്നത്. തൈര് ഇല്ലാത്തവർക്ക് പാൽ യൂസ് ചെയ്യുക കേട്ടോ. ഏറ്റവും നല്ല റിസൾട്ട് തൈരിനാണ്. അതായത് കസ്തൂരി മഞ്ഞളും മുൾത്താണി മുട്ടിയും തൈരും, അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് അതില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ നീരും പാലും ഒഴിക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഈവനിങ് ടൈമിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഈവനിങ് ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് വെയിലത്തൊന്നും പോകാണ്ട് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് മാത്രം ഇത് ചെയ്യുക. അല്ലാണ്ട് ഇതിപ്പോൾ രാവിലെ തേച്ച് കഴുകിയതിന് ശേഷം നമ്മൾ ഉച്ചക്ക് പുറത്തെങ്ങാനും പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് പോകും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ദിവസവും നിങ്ങൾ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ കിടക്കുന്നതിൻ്റെ മുന്നേ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് അങ്ങ് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഓയിലി സ്കിന്നുള്ളവർക്കാണ് ഇത് ഏറ്റവും ബെസ്റ്റ്. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുള്ളവരെല്ലാം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. നോർമൽ സ്കിന്നിനും ഇത് നല്ലതാണ്. അതുപോലെ ഡ്രൈ സ്കിന്നുള്ളവർ മുൾത്താണി മിട്ടി യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉറപ്പായിട്ട് നിങ്ങളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. കാരണം മുൾത്താണി മിട്ടി സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആക്കും. അതാണ് നല്ലോണം ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് മുൾത്താണി മിട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ മുഖത്ത് 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മുഖത്തും കഴുത്തിലും. അതിനുശേഷം ഇത് നന്നായി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അങ്ങനെ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് സമയമില്ല എന്നാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റ് നിങ്ങളിത് ഫേസിലേക്ക് വെക്കുക. അതിനുശേഷം നിങ്ങൾ സാധാരണ വെള്ളത്തിൽ കഴുകി കളയാന്നാണെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന ഒരു ഫേസ് പാക്കാണിത്. ഈ വെയിലേറ്റിട്ട് വന്ന കരിവാളിപ്പെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം പെട്ടെന്ന് ഒറ്റ ഉപയോഗത്തിൽ തന്നെ മാറ്റി മുഖം ക്ലിയർ ആവാൻ സഹായിക്കുന്ന ഒരു സാധനം കൂടിയാണ് മുൾത്താണി മിട്ടി. നിങ്ങൾ വെയിലത്ത് നിന്ന് കയറി വന്ന ഉടനെ മുഖത്ത് വരുന്ന ഒരു കറുപ്പ് കരിവാളിപ്പ് സൺടാൻ ഉണ്ടല്ലോ, അത് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുന്നതാണ്. പിന്നെ പെർമനൻ്റായിട്ട് നിങ്ങളുടെ മുഖം നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു ഫേസ് പാക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ യൂസ് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണ്. പിന്നെ പലതരം സ്കിൻ ടൈപ്പ് ഉണ്ട്. നോർമൽ ഉണ്ട്, ഡ്രൈ ഉണ്ട്, സെൻസിറ്റീവ് ഉണ്ട്, കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ ഓരോ സ്കിൻ ടൈപ്പുകാർക്കും ഓരോ പ്രോഡക്റ്റ് ആയിരിക്കും അതിന് സൂട്ടാകുക. അതേപോലെ തന്നെ തൈര് സൂട്ടാകുന്ന സ്കിൻ ഉണ്ടാവും, പാല് സൂട്ടാകുന്ന സ്കിൻ ഉണ്ടാവും, ടൊമാറ്റോ ജ്യൂസ് സൂട്ടാകുന്ന സ്കിൻ ഉണ്ടാവും. അതെല്ലാം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നനുസരിച്ചിട്ട് വേണം നിങ്ങൾ എടുക്കേണ്ട പൊടിയും അതിൽ ആഡ് ചെയ്യേണ്ട സാധനം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. ഈ പറഞ്ഞ ഫേസ് പാക്ക് ഓയിലി സ്കിന്നുകാർക്കും അതുപോലെ തന്നെ നോർമൽ സ്കിന്നുകാർക്കും കോമ്പിനേഷൻ സ്കിന്നുകാർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഡ്രൈ സ്കിന്നുകാർ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് ഇത് കഴുകിയതിന് ശേഷം വല്ല മോയ്സ്ചറൈസറും നിങ്ങൾ അപ്ലൈ ചെയ്യണം, അലോവേര ജെല്ല് പോലത്തത്. ഇല്ലെങ്കിൽ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ അപ്ലൈ ചെയ്യുക. പിന്നെ ഇതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ വന്ന് അറിയിക്കണം. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ആ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.